2000 വർഷങ്ങൾക്ക് മുമ്പ് ചിതറിക്കിടന്ന ഇന്ത്യയെ ഒരൊറ്റ സാമ്രാജ്യമാക്കി മാറ്റിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അധികാരമില്ലാതെ അധികാരികളെ സൃഷ്ടിച്ചവൻ, തന്ത്രങ്ങൾ കൊണ്ട് ലോകത്തെ വിറപ്പിച്ചവൻ. അദ്ദേഹമാണ് ആചാര്യ ചാണക്യൻ. ജീവിതത്തിൽ പരാജയപ്പെടുമെന്ന് തോന്നുമ്പോൾ, ശത്രുക്കൾ നിങ്ങളെ തളർത്തുമ്പോൾ, വഴിമുട്ടി നിൽക്കുമ്പോൾ ചാണക്യൻ നൽകുന്ന ചില പാഠങ്ങളുണ്ട്. ആ തന്ത്രങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ചാണക്യന്റെ ജീവിതം വെറുമൊരു ചരിത്രമല്ല, മറിച്ച് അപമാനത്തെ അതിജീവനമാക്കി മാറ്റിയ ഒരു മനുഷ്യന്റെ പോരാട്ട വീര്യമാണ്. അപമാനത്തിൽ നിന്നും അധികാരത്തിലേക്ക് പ്രാചീന ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യമായിരുന്നു മഗധ. അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ധനനന്ദൻ തൻ്റെ ക്രൂരതയ്ക്കും അഹങ്കാരത്തിനും പേരുദോഷം കേട്ടവനായിരുന്നു. തക്ഷശിലയിലെ അധ്യാപകനായിരുന്ന ചാണക്യൻ വിദേശ ആക്രമണങ്ങളിൽ നിന്നും ഭാരതത്തെ രക്ഷിക്കാൻ മഗധയുടെ സഹായം തേടിയാണ് നന്ദരാജാവിൻ്റെ സഭയിലെത്തിയത്. സഭയിലെത്തിയ ചാണക്യന്റെ രൂപത്തെയും വിജ്ഞാനത്തെയും ധനനന്ദൻ പരിഹസിച്ചു. കേവലം ഒരു ദരിദ്ര ബ്രാഹ്മണനായി കണ്ട് ചാണക്യനെ സഭയിൽ വെച്ച് പരസ്യമായി അപമാനിക്കുകയും പുറത്താക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. ആ തള്ളലിൽ ചാണക്യന്റെ തലയിലെ ശിഖ, അതായത് കുടുമ കേട്ടോ, അഴിഞ്ഞുപോയി. അധർമ്മിയായ ഈ നന്ദവംശത്തെ വേരോടെ പിഴുതെറിയുന്നതുവരെ ഞാൻ എൻ്റെ ശിഖ കെട്ടില്ല. ക്രോധത്തോടെ എടുത്ത ആ വലിയ പ്രതിജ്ഞയാണ് പിൽക്കാലത്ത് മൗര്യ സാമ്രാജ്യത്തിൻ്റെ അടിത്തറയായത്. ചാണക്യന്റെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം പ്രതികാരത്തിൻ്റെ പുതിയ നിർവചനമാണ്. അപമാനിക്കപ്പെടുമ്പോൾ ഒച്ചവെക്കുകയോ തർക്കിക്കുകയോ ചെയ്യുന്നതല്ല യഥാർത്ഥ പ്രതികാരം. നിങ്ങളെ തള്ളിക്കളഞ്ഞവർക്ക് മുന്നിൽ അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിൽ വളർന്നു കാണിക്കുന്നതാണ് ഏറ്റവും വലിയ മറുപടി. ചാണക്യൻ തൻ്റെ ദേശത്തെ നന്ദവംശത്തെ തകർക്കാനുള്ള ഊർജമാക്കി മാറ്റി. ഓരോ അപമാനവും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഇന്ധനമാകണം. ചാണക്യന്റെ പ്രതിജ്ഞ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കരുത്തനായ ഒരു പോരാളി ആവശ്യമായിരുന്നു. ആ അന്വേഷണമാണ് ഭാരത ചരിത്രത്തെ മാറ്റിമറിച്ച ചന്ദ്രഗുപ്ത മൗര്യനിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. മഗധയിലെ തെരുവുകളിലൂടെ സഞ്ചരിക്കവെയാണ് ചാണക്യൻ ഒരു കൂട്ടം കുട്ടികൾ രാജാങ്കണം, അതായത് രാജാവും പ്രജകളും എന്ന കളിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ടത്. അവിടെ രാജാവായി അഭിനയിച്ചിരുന്ന ബാലൻ വെറുമൊരു കുട്ടിയായിരുന്നില്ല, മറിച്ച് ഒരു ഭരണാധികാരിയുടെ സകല ലക്ഷണങ്ങളും പ്രകടിപ്പിച്ചിരുന്നു. ചാണക്യൻ ചന്ദ്രഗുപ്തനെ തിരഞ്ഞെടുത്തത് വെറുതെയല്ല. ഒരു മികച്ച നേതാവിനെ തിരിച്ചറിയാൻ അദ്ദേഹം ഉപയോഗിച്ച മാനദണ്ഡങ്ങൾ ഇവയായിരുന്നു. കളിക്കിടയിൽ ഉയർന്നുവന്ന തർക്കങ്ങൾ വളരെ നീതിയോടെയും യുക്തിയോടെയും പരിഹരിക്കാനുള്ള ബാലന്റെ കഴിവ് ചാണക്യൻ ശ്രദ്ധിച്ചു. വലിയൊരു സദസ്സിനെ നയിക്കുമ്പോഴും ആ കുട്ടിയുടെ വാക്കുകളിൽ പതർച്ചയോ ഭയമോ ഉണ്ടായിരുന്നില്ല. പക്ഷപാതമില്ലാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ചന്ദ്രഗുപ്തന്റെ കഴിവാണ് ചാണക്യനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. നേതാവ് ജനിക്കുന്നത് സിംഹാസനത്തിലല്ല, മറിച്ച് പ്രതിസന്ധികളിൽ ശരിയായ തീരുമാനമെടുക്കാനുള്ള കരുത്തിലാണ്. ചന്ദ്രഗുപ്തനെ ദത്തെടുത്ത ശേഷം തക്ഷശിലയിൽ വെച്ച് ചാണക്യൻ നൽകിയ പരിശീലനം അതികഠിനമായിരുന്നു. ഒരു വജ്രത്തെ മിനുക്കിയെടുക്കുന്നത് പോലെയായിരുന്നു ആ മാറ്റം. രാഷ്ട്രതന്ത്രം, അർത്ഥശാസ്ത്രം, നയതന്ത്രം എന്നിവയിൽ ചന്ദ്രഗുപ്തനെ അഗ്രഗണ്യനാക്കി. ഉറക്കം, ഭക്ഷണം, വ്യായാമം എന്നിവയിൽ വിട്ടുവീഴ്ചയില്ലാതെ കൃത്യനിഷ്ഠ ശീലിപ്പിച്ചു. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും തോൽപ്പിക്കാൻ കഴിയാത്തവനായി അവൻ മാറി. ശത്രുവിനേക്കാൾ 10 അടി മുന്നിൽ ചിന്തിക്കാൻ ചാണക്യൻ തൻ്റെ ശിഷ്യനെ പഠിപ്പിച്ചു. അച്ചടക്കം വിജയത്തിലേക്കുള്ള പാത. നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും അത് കൃത്യമായ അച്ചടക്കത്തിലൂടെ മിനുക്കിയെടുത്തില്ലെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. ഒരു സാധാരണ പയ്യനെ ചക്രവർത്തിയാക്കി മാറ്റിയത് ചാണക്യന്റെ മാർഗനിർദ്ദേശവും ചന്ദ്രഗുപ്തന്റെ കഠിനാധ്വാനവുമാണ്. നമ്മുടെ ജീവിതത്തിലും ഒരു മികച്ച മെന്ററെ കണ്ടെത്തുക എന്നതിനേക്കാൾ പ്രധാനം അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ കഠിനാധ്വാനത്തിലൂടെ നടപ്പിലാക്കുക എന്നതാണ്. ആദ്യമായി മഗധ പിടിച്ചെടുക്കാൻ ചന്ദ്രഗുപ്തനും ചാണക്യനും വലിയൊരു സൈന്യവുമായി നന്ദരാജാവിന്റെ തലസ്ഥാനമായ പാടലിപുത്രത്തെ നേരിട്ട് ആക്രമിച്ചു. എന്നാൽ ധനനന്ദന്റെ കൂറ്റൻ സൈന്യത്തിന് മുന്നിൽ അവർ തകർന്നുപോയി. ജീവൻ രക്ഷിക്കാൻ അവർക്ക് കാട്ടിലേക്ക് ഓടി ഒളിക്കേണ്ടി വന്നു. ഒളിവ് ജീവിതത്തിനിടെ ഒരു വീട്ടിൽ ഒരമ്മ തൻ്റെ മകന് ചൂടുകഞ്ഞി വിളമ്പിക്കൊടുക്കുന്നത് ചാണക്യൻ ശ്രദ്ധിച്ചു. വിശപ്പു കാരണം കുട്ടി കഞ്ഞിയുടെ നടുവിൽ കൈയിട്ടു. പൊള്ളിയപ്പോൾ കരയാൻ തുടങ്ങി. അപ്പോൾ ആ അമ്മ പറഞ്ഞ വാക്കുകൾ ചാണക്യന്റെ കണ്ണു തുറപ്പിച്ചു. മകനെ, നീ ആ ചാണക്യനെ പോലെയാണ്. കഞ്ഞിയുടെ അരികിലെ തണുത്ത ഭാഗം ആദ്യം കുടിക്കാതെ
നേരിട്ട് നടുവിൽ കൈയിട്ടാൽ കൈ പൊള്ളുകയേ ഉള്ളൂ. ചാണക്യനും ചെയ്തത് അതുതന്നെയാണ്. അതിർത്തിയിലെ ചെറിയ ഗ്രാമങ്ങൾ കീഴടക്കി ശക്തി പ്രാപിക്കുന്നതിന് പകരം അയാൾ നേരിട്ട് തലസ്ഥാനത്തെ ആക്രമിച്ചു. തന്റെ തന്ത്രത്തിലെ പിഴവ് തിരിച്ചറിഞ്ഞ ആ നിമിഷം ഒരു വൃദ്ധയെപ്പോലും തന്റെ ഗുരുവായി സ്വീകരിക്കാൻ ചാണക്യൻ തയ്യാറായി. ഈ സംഭവത്തിനു ശേഷം ചാണക്യൻ തന്റെ യുദ്ധതന്ത്രം പാടെ മാറ്റി. അദ്ദേഹം പഠിപ്പിച്ച പ്രധാന പാഠങ്ങൾ ഇവയാണ്: വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ചെറിയ ലക്ഷ്യങ്ങൾ കീഴടക്കി അടിത്തറ ശക്തമാക്കുക. ശത്രുവിന്റെ ഏറ്റവും ശക്തമായ ഇടത്ത് നേരിട്ട് ആക്രമിക്കാതെ അവരുടെ ദുർബലമായ ഇടങ്ങൾ കണ്ടെത്തി ആക്രമിക്കുക. ശരിയായ സമയത്തിനായി കാത്തിരിക്കുക. ശത്രു അശ്രദ്ധനായിരിക്കുന്ന സമയം നോക്കി ആഞ്ഞടിക്കുക. പരാജയം ഒരു വഴികാട്ടിയാണ്. പരാജയപ്പെടുമ്പോൾ തളർന്നു പോകുന്നതിനു പകരം എവിടെയാണ് പിഴച്ചത് എന്ന് വിശകലനം ചെയ്യണം. ചാണക്യനെ പോലെ വലിയൊരു വിജ്ഞാനി പോലും ഒരു സാധാരണ സ്ത്രീയുടെ വാക്കുകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ തയ്യാറായി. വിനയവും പഠിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏതു പരാജയത്തെയും വിജയത്തിന്റെ ചവിട്ടുപടിയാക്കാം. നേരിട്ടുള്ള പോരാട്ടത്തെക്കാൾ പലപ്പോഴും വിജയം കൊണ്ടുവരുന്നത് ബുദ്ധിപരമായ നീക്കങ്ങളാണ്. പണം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനം അത് നിലനിർത്തുന്നതാണ്. അധർമ്മത്തിലൂടെ നേടുന്ന പണം അധികകാലം നിലനിൽക്കില്ല. കഠിനാധ്വാനത്തിലൂടെ നേടുന്ന സമ്പത്ത് മാത്രമേ ഐശ്വര്യം നൽകൂ. ഒരു തടാകത്തിലെ പഴയ വെള്ളം ഒഴുക്കിക്കളഞ്ഞാലേ പുതിയ വെള്ളം നിറയുകയുള്ളൂ. അതുപോലെ സമ്പാദിക്കുന്ന പണത്തിന്റെ ഒരു ഭാഗം ദാനധർമ്മങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും ഉപയോഗിക്കണം. എന്നാൽ അനാവശ്യമായി പണം ചെലവാക്കുന്നത് നാശത്തിന് കാരണമാകും. ചാണക്യൻ പറയുന്നു, മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക. സ്വന്തം തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ മാത്രം ദീർഘമായ ഒന്നല്ല നമ്മുടെ ജീവിതം. ഈ സൂത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ ഏതു പ്രതിസന്ധിയിലും പതരാതെ മുന്നേറാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചാണക്യന്റെ ജീവിതം വെറുമൊരു കഥയല്ല, അത് വിജയത്തിലേക്കുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ്. ഇന്നത്തെ മത്സര ലോകത്ത്, പ്രത്യേകിച്ച് ബിസിനസ്സിലും വ്യക്തി ജീവിതത്തിലും ചാണക്യനീതിക്ക് വലിയ പ്രസക്തിയുണ്ട്. വിപണി കീഴടക്കാൻ ആവേശം മാത്രം പോരാ, മറിച്ച് കൃത്യമായ പ്ലാനിങ് വേണം. ചാണക്യൻ പഠിപ്പിച്ച ചെറിയ വിജയങ്ങൾ ആദ്യം എന്ന തത്വം സ്റ്റാർട്ടപ്പുകൾക്കും ബിസിനസ്സുകൾക്കും ഇന്നും മാതൃകയാണ്. ഒരു യഥാർത്ഥ നേതാവ് തന്റെ ടീമിലെ ഓരോരുത്തരുടെയും കഴിവ് തിരിച്ചറിയണം. ചന്ദ്രഗുപ്തനെ കണ്ടെത്തിയതുപോലെ ശരിയായ ആളുകളെ ശരിയായ സ്ഥാനത്ത് നിയമിക്കുന്നതാണ് ഏതൊരു സ്ഥാപനത്തിന്റെയും വിജയം. പണം സമ്പാദിക്കുന്നതിനേക്കാൾ അത് എങ്ങനെ വിവേകത്തോടെ ചിലവഴിക്കണമെന്ന ചാണക്യന്റെ പാഠം ഇന്നത്തെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് രീതികളുമായി ചേർന്ന് നിൽക്കുന്നു. ശത്രുക്കൾക്കും തടസ്സങ്ങൾക്കും മുന്നിൽ തളരാതെ തന്റെ ലക്ഷ്യത്തിനായി വർഷങ്ങളോളം കാത്തിരിക്കാനുള്ള ആ മനക്കരുത്താണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ചാണക്യൻ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം ഇതാണ്: ഭാഗ്യം കൊണ്ടല്ല, മറിച്ച് നിശ്ചയദാർഢ്യം കൊണ്ടാണ് ഒരാൾ ചരിത്രം മാറ്റിയെഴുതുന്നത്. നിങ്ങളെ മറ്റുള്ളവർ പരിഹസിക്കുന്നുണ്ടോ? പരാജയങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? എങ്കിൽ ഓർക്കുക, അതൊക്കെയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള ഇന്ധനങ്ങളാണ്. ചാണക്യനെ പോലെ നിങ്ങളുടെ ശിഖ, അതായത് ലക്ഷ്യം, മുറുക്കി കെട്ടുക. പ്രതിസന്ധികളെ തന്ത്രങ്ങൾ കൊണ്ട് നേരിടുക. നിങ്ങൾ ജനിച്ചത് ഒരു സാധാരണക്കാരനായിട്ടാവാം, പക്ഷേ മരിക്കേണ്ടത് ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയ വിജയായിട്ടായിരിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്